കഥ പ്രണയാതുരമീ ലോകം. പാവം നയൻതാരയെ പ്രഭുദേവ പറഞ്ഞു പറ്റിച്ചു. ഇനിയെങ്ങാനും അയാൾ കല്യാണം കഴിച്ചിരുന്നെങ്കിലോ? അവൻ കള്ളനാ. ഭാര്യ അത്രയും പറഞ്ഞുകൊണ്ട് അയാൾക്കുള്ള ഭക്ഷണം വിളമ്പി. അയാൾ അതിശയത്തോടെ ഭാര്യയെ നോക്കി. ഇതുവരെ ഇത്തരം വിഷയങ്ങൾ ഇവൾ തന്നോട് പങ്കുവെക്കാത്തതാണ്. മുന്നിലെ പാത്രത്തിലെ ആവി പറക്കുന്ന പുട്ട് അയാൾ കടലക്കറി കൂട്ടി കുഴച്ചെടുക്കാൻ ശ്രമിച്ചു. സാധാരണ മക്കളുടെ പഠിപ്പിൻ്റെ കാര്യമോ അല്ലെങ്കിൽ തൻ്റെ തന്നെ ചെറിയ ചെറിയ കുറ്റങ്ങളോ കുറവുകളോ ഒക്കെ ആയിരിക്കും അവൾ പറയുക. എന്തായാലും അസമയത്ത് അവളുടെ പ്രണയകൽപ്പനകൾ അയാൾക്ക് അതിശയമായി തോന്നി. സ്വന്തം പുറംതല അയാൾ ചൊറിഞ്ഞു. വീടിൻ്റെ പുരയിടത്തിന് പുറത്ത് മതിലിൽ ഭാര്യ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ അവൾ കാക്കയ്ക്കുള്ള ഭക്ഷണവുമായി അവിടെ എത്തും. ആ കാക്ക അവളെ അവിടെ കാത്തിരിക്കുന്നുണ്ടാവും. അതെ, അതിൻ്റെ കൂടെ മറ്റൊരു കാക്ക കൂടി, കൂട്ടുകാരിയാണെന്ന് തോന്നുന്നു. ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വന്ന് ഭാര്യ പറഞ്ഞു. അയാൾ നോക്കുമ്പോൾ മതിലിന് മുകളിൽ 2 കാക്കകൾ ശാന്തമായി ഭാര്യ കൊടുത്ത ഭക്ഷണം കൊത്തി തിന്നുന്നു. ഭക്ഷണത്തിന് മുന്നിൽ കാക്കകൾ ഇത്ര സമാധാനത്തോടെ നിന്നത് അയാൾക്ക് അത്ഭുതമായിരുന്നു. തുടർന്ന് അയാൾ അനുസരണയുള്ള കുട്ടിയെപ്പോലെ മുന്നൊരുക്കങ്ങൾക്ക് ശേഷം ഓഫീസിലേക്ക് പുറപ്പെട്ടു. പുറം കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കുമ്പോൾ അയാൾ രാവിലെ ഭാര്യ പറഞ്ഞ പല കാര്യങ്ങളും ഓർമ്മിച്ചെടുത്തു. ഒപ്പം 17 വയസ്സായ മകളുടെ കാര്യവും. അയാൾക്ക് ചില ചെറിയ സംശയങ്ങളും ഉണ്ടായി. മകൾക്ക് ചില്ലറ കൗമാര കൗതുകങ്ങൾ ഇല്ലാതില്ല. ഇത്തരം ചിന്തകളിൽ തുടങ്ങി പലതും അയാളുടെ മനസ്സിലൂടെ കടന്നുപോയിട്ടും അയാൾ ആ ബസ്സിനുള്ളിൽ ഒട്ടും ഭാരമില്ലാത്ത മനസ്സോടെ ഇരുന്നു. ബസ് ഒരു ഇഴജന്തുവിൻ്റെ പതിഞ്ഞ നീക്കം പോലെ ആ നിരത്തിലൂടെ പതിയെ ഇഴഞ്ഞു നീങ്ങി. ബസ്സിനുള്ളിൽ സ്ത്രീ പുരുഷ ഗന്ധങ്ങൾ കുഴഞ്ഞു മറിഞ്ഞു. നിരത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിൽ കയ്യിൽ ഒതുക്കി പിടിച്ച ബാഗുമായി അയാൾ ഇറങ്ങി. മുന്നിലെ സിനിമാ കോട്ടയ്ക്ക് മുന്നിൽ നായകൻ വിളറിയ ചിരിയോടെ അയാളെ നോക്കി. നായിക വശ്യമായി ചിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴത്തെ നായകന്മാരുടെ ചിരിക്കൊന്നും ആ പഴയ സൗന്ദര്യമില്ലാതായിരിക്കുന്നു, അയാൾ സ്വയം പറഞ്ഞു. അയാൾ ഓഫീസിലേക്ക് നടന്നു. വഴിവെക്കിലെ മരത്തണലിൽ ആരെയോ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുന്ന കൗമാരക്കാർ, കൂടാതെ ഇണക്കുരുവികളെ പോലെ ആനന്ദത്തോടെ നടന്നു പോകുന്ന മറ്റു ചിലർ. ഇങ്ങനെ നിവർത്തി പിടിച്ച നരച്ച കുടയും കയ്യിൽ ലെതർ ബാഗുമായി അയാൾ നിലത്ത് നോക്കി നടന്നു. നിലത്ത് നിന്നും തനിക്ക് എന്തെങ്കിലും കിട്ടിയേക്കും എന്ന പോലെയായിരുന്നു അയാൾ നടന്നിരുന്നത്. തൻ്റെ പതിവ് ദിവസങ്ങളിൽ നിന്ന് പലതിനും എന്തൊക്കെയോ പ്രത്യേകത ഉള്ളത് അയാൾക്ക് തോന്നി. എന്നും നിരത്തിൽ പതിവായി കാണുന്ന വഴിപാണിവക്കാരെ അയാൾ കണ്ടില്ല. പകരം ആ തെരുവ് തന്നെ മാറിപ്പോയിരിക്കുന്നു. കൂടാതെ എന്നും വഴിവെക്കിൽ തൻ്റെ വരവ് കാത്ത് തനിക്ക് സലാം പറയുന്ന ചെരുപ്പ് കച്ചവടക്കാരൻ ചെക്കനെയും അയാൾ അന്ന് കണ്ടില്ല. ഓഫീസിലേക്കുള്ള ഇടവഴി ആരംഭിക്കുന്ന വൃത്തിഹീനമായ ഇടത്ത് ഒരു 17കാരി പെൺകുട്ടിയെ അയാൾ കണ്ടു. അവളുടെ കയ്യിൽ പാഠപുസ്തകങ്ങൾ നിറച്ചൊരു സഞ്ചി ഉണ്ടായിരുന്നു. പെട്ടെന്ന് അയാൾ തിരിഞ്ഞു നോക്കി. ആ മുഖം എവിടെയോ കണ്ടു മറന്നതുപോലെ. ഓഫീസിലെ മേശമേൽ ഫയലുകൾക്കൊപ്പം അയാൾ തൻ്റെ ബാഗും വെച്ചു. എന്നും കാണുന്ന കാഴ്ചകളും പരിചിതമായ അന്തരീക്ഷവും നൽകുന്ന വിരസത അയാൾക്ക് തോന്നിയില്ല. അയാൾ വളരെ ഉല്ലാസത്തോടെ ജാലക കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു. തീർപ്പ് കൽപ്പിക്കാനുള്ള ഫയലുകൾ അയാളുടെ ചിന്തകൾക്ക് വിലങ്ങുതടിയായില്ല. പെട്ടെന്ന് താൻ നടന്നു വന്ന ഇടവഴിയിലേക്ക് അയാൾ വീണ്ടും നോക്കി. അവൾ ആരെയാണ് കാത്തു നിൽക്കുന്നത്? കാമുകനെയാണോ കാത്തു നിൽക്കുന്നത്? ആ കുട്ടിക്ക് തൻ്റെ മകളുടെ മുഖച്ഛായയുണ്ടോ? അയാൾ കണ്ണട മാറ്റി മുഖം തുടച്ചു. ഒന്നും വ്യക്തമാകുന്നില്ല. ഒരുതരം മൂടൽ. ആ കുട്ടിയുടെ മുഖം തീരെ വ്യക്തമാകുന്നില്ല. അയാൾ തിടുക്കപ്പെട്ട് ഗോവണി പടിയിറങ്ങി. പെൺകുട്ടിയും ചെറുപ്പക്കാരൻ മരത്തണലിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. അവൾ വിങ്ങലോടെയാണ് അയാളോട് സംസാരിക്കുന്നത്. അവൻ്റെ മുഖത്ത് നിർവികാരത തളം കെട്ടി നിൽക്കുന്നു. അസ്വസ്ഥതയോടെയാണ് അവൻ നിന്നത്. അയാൾ പെട്ടെന്ന് തൻ്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. പിന്നീട് ജോലിയിൽ അയാൾക്ക് ശ്രദ്ധിക്കാനായില്ല. തലയ്ക്ക് പിന്നിൽ കൈകൾ കോർത്ത് കസേരയിൽ ചാരിക്കിടന്നു. വൈകുന്നേരം ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ നഗരത്തിരക്കിലൂടെ നടന്ന് അയാൾ എത്തിയത് പാർക്കിലാണ്. പാർക്കിൽ ശിലാപ്രതിമ പോലെ ആ പെൺകുട്ടി ഇരിക്കുന്നത് അയാൾ കണ്ടു. ആ പെൺകുട്ടിയോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമെന്ന് അയാൾക്ക് തോന്നി. ചുറ്റുമുള്ള പലരുടെയും നോട്ടം ആ പെൺകുട്ടിയിലാണെന്ന് കണ്ടപ്പോൾ അയാൾ പിന്മാറി. വീട്ടിലേക്ക് തിരിയുന്ന ചെമ്മൺപാതയിൽ എത്തിയപ്പോൾ അയാൾ ആകാംക്ഷയോടെ വീട്ടിലേക്ക് നോക്കി. ഉമ്മറത്ത് കത്തിച്ചു വെച്ച നിലവിളക്ക് മുന്നിൽ മകൾ നാമം ജപിക്കുന്നു. അയാൾ മകളെ നോക്കി. മകളുടെ മുഖം നിലവിളക്ക് പോലെ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. വീട്ടിലേക്ക് കയറിയപ്പോൾ പെട്ടെന്ന് അയാൾക്ക് പാർക്കിലെ ബെഞ്ചിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആ പെൺകുട്ടിയെ ഓർമ്മ വന്നു. ആ ഓർമ്മയിൽ അയാളുടെ കണ്ണുകൾ നിറഞ്ഞു. അയാൾ പാർക്കിലേക്ക് പോകാനായി തിടുക്കപ്പെട്ട് വീട് വിട്ട് പുറത്തേക്ക് ഇറങ്ങി. ഭാര്യയും മകളും അയാളെ വിളിക്കുന്നുണ്ടായിരുന്നു. ഭാര്യയുടെയും മകളുടെയും ആ പിൻവിളികൾക്ക് ഉത്തരം പറയാതെ അയാൾ ആ പാർക്കിലേക്ക് ഓടുകയായിരുന്നു.